ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കിലോ കൊള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയൊരു കഷ്ണാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. രണ്ടുമൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കഴുകി വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ചെറിയ സബോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കപ്പയൊക്കെ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ വര പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കപ്പൊക്കെ നന്നായി വെന്തു എന്നാണ്. അപ്പോൾ അതാ നമ്മുടെ കപ്പൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പ അതാ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ. ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ നന്നായി വെന്ത് വന്നാലാണ് നമുക്കിത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കപ്പ വേവിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സായതിന് ശേഷം ഇതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബോളാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. 2 കയ്യിലും വെളിച്ചെണ്ണ പറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെളിച്ചെണ്ണ പറ്റി കൊടുത്താലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ എളുപ്പമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ചെറിയ ഒരു ബോൾ മാതിരി ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ഷേപ്പിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2 കയ്യിൽ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ
ഈ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിന് ഓരോന്നെടുത്ത് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അതേപോലെ തന്നെ ലൈക്കും അടിക്കാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. ഇതേപോലത്തെ നല്ല ഈസി ആയിട്ടുള്ള സ്നാക്സൊക്കെ കുറേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സമയം പോലെ ഒന്ന് കാണുക പോയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ കൊള്ളിയൊക്കെ അവർക്ക് കാണുമ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കൊള്ളി കഴിക്കും. അപ്പം കൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വളവും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഈ കൊള്ളി. മണ്ണിനുള്ളിൽ ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് നല്ലതാണ് കൊള്ളി കഴിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായി കഴിക്കും. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി സോസ് ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ തക്കാളി സോസ് ഉണ്ട്. അപ്പം തക്കാളി സോസിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.